ടോസ്റ്റ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കാം. പിന്നെ വേണ്ടത് റവയാണ്. ഞാനിവിടെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ് എടുത്തേക്കുന്നത്. ഈ റവ നമുക്ക് കടയിൽ നിന്ന് വറുത്ത റവയും കിട്ടും, വറുക്കാത്ത റവയും കിട്ടും. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് മയോനീസാണ്. ഇതിലേക്ക് ഞാനിത് ബാറ്റർ ആക്കുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്ന് ചേർക്കുമ്പോൾ ആ ചേർക്കുന്ന സമയത്ത് ഓരോന്നിന്റെ അളവ് കൃത്യമായിട്ട് പറയും. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. പിന്നെ സവോളയും ക്യാപ്സിക്കവും തക്കാളിയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതും വേണം. ക്യാരറ്റ് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, ബാക്കിയുള്ളതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ മല്ലിയിലയും വേണം, മല്ലിയിലയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക് ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഈ ഉണക്കമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഈ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് വാങ്ങിച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടറും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ബ്രെഡ് ടോസ്റ്റ് ആക്കാന്ന്. ഇതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ റവ എടുക്കുമ്പോൾ അതിൻ്റെ പകുതി മയോണൈസ് എടുക്കുക. ഞാനിവിടെ സ്പൂൺ ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഞാനിവിടെ ഒരു വലിയൊരു പിടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ഒരു 2 പിടി ചേർത്തിട്ടുണ്ട്. പിന്നെ സവോള കട്ട് ചെയ്തത് ചേർക്കാം. സവോളയും കട്ട് ചെയ്തത് ഒരു 2 പിടി ചേർക്കാം. ഈ തക്കാളി ചേർക്കാം. തക്കാളി കട്ട് ചെയ്തതും ഞാൻ 2 പിടി ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ 1 പിടി ചേർത്തത്. ഇനി മല്ലിയില ചേർക്കാം. മല്ലിയിലയും ഞാനിവിടെ ഒരു 2 പിടി മല്ലിയില ചേർക്കുന്നുണ്ട്. ഈ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തും ചേർത്താൽ മതി. ഈ ബ്രെഡ് ടോസ്റ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ മിക്സ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഒരുപാട് തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബ്രെഡും വെച്ച് കഴിയുമ്പോൾ അത് ശരിക്കും നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ 2 സൈഡിലും കുറേശ്ശെ ബട്ടറും തേച്ച് കൊടുക്കുക. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഈ ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ തേച്ചിട്ടുണ്ട്. ഇത് ചൂടായ പാനിലേക്ക് വയ്ക്കുക. മറ്റേ സൈഡും തിരിച്ചിടാം. അപ്പോൾ ബ്രെഡ് 2 സൈഡും ചെറുതായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ടോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം ആയിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതൊരു സൈഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഒരുപാട് കനത്തിൽ നമ്മൾ വെക്കരുത്. ഒരുപാട് കനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. തേച്ച് കഴിയുമ്പോൾ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ബ്രെഡിൻ്റെ ഈ സൈഡ് തിരിച്ചിടുക. ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലും ഈ ബാറ്റർ തേച്ച് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് മറ്റേ സൈഡ് തിരിച്ചിടുക. ഇതിങ്ങനെ ഓരോ സൈഡ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇതേപോലെ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടാൽ. പിന്നെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടില്ല. ഇത് ശരിക്കും മുരിഞ്ഞാൽ മാത്രമേ ഇതിന് ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ബട്ടറും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സൈഡ് തന്നെയിട്ട് മുരിക്കാണ്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിടുക. ഇങ്ങനെ മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ നിങ്ങൾ വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരു 2-3 ഒരുമിച്ചിട്ടിട്ട് ചെയ്യുക. ഇത് ബ്രെഡ് ഏറ്റവും ആദ്യം ടോസ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഇതേപോലെ ഏറ്റവും ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഈ ബാറ്റർ തേച്ചിട്ട് ഇതിങ്ങനെ മുരിച്ചെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. മറ്റേ സൈഡും തിരിച്ചിടാം. മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ആ ബട്ടർ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇത് മുരിയുമ്പോഴേക്ക് നമുക്ക് അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ ബട്ടർ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് ഇത് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. പിന്നെ ഇത് ഓരോ സൈഡ് നിങ്ങൾ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.